നമസ്കാരം. അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ് BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് ഇപ്പോഴും അതിനെ ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസ് ഭാഷ്യം. അതുകൊണ്ട് തന്നെയാണ് അതിനെ ആത്മഹത്യ എന്ന് പറയുന്നത്. എന്നാൽ നിതിൻ രാജിൻ്റെ കുടുംബം അത് കൊലപാതകമാണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതും വസ്തുതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കേരളമൊട്ടാകെ നിതിൻ രാജിൻ്റെ വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലുകളും ദളിത് സംഘടനകളും ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ആ ഹർത്താലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്നലെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായിട്ടൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഹർത്താൽ പോലുള്ള ഒരു സമരമുറകൾ തന്നെ കേരളത്തിനെ ഒരുപാട് വലച്ചിട്ടുള്ള സമരമുറകളായതുകൊണ്ട് തന്നെ ഇനി അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇത്തരത്തിൽ പോലീസിൻ്റെയും കോടതിയുടെയും ഭാഷ്യം ഇപ്പോൾ നിതിൻ രാജിൻ്റെ കാര്യത്തിൽ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല, പ്രതികളാരും ജാതി അധിക്ഷേപം നടന്നിട്ടില്ല, പ്രതികൾ കുറ്റക്കാരല്ല എന്നുള്ളതല്ല, പ്രതികൾ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് നിതിൻ രാജിന് മേൽ. പ്രത്യേകിച്ച് തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ റാം എന്ന വ്യക്തി രൂക്ഷമായ അധിക്ഷേപങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ സ്ഥിരമായി നടത്തുന്നൊരു വ്യക്തി തന്നെയാണ്. അധ്യാപകനായിരിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജാതിയുടെ പേരും പറഞ്ഞ് ഇക്കാര്യത്തിൽ ഉയർത്തുന്ന പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ ഇതിന് തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാതെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ അനാവശ്യമായ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ദുരുപയോഗങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ യഥാർത്ഥ നീതി അത്തരത്തിലുള്ള പ്രവൃത്തികളോ അധിക്ഷേപങ്ങളോ നേരിട്ട് അത്തരത്തിലുള്ള യഥാർത്ഥ നീതി ലഭിക്കേണ്ടവർക്ക് പോലും തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയേക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ ഹർത്താലിൻ്റെ ഇടയിൽ സാമൂഹ്യ വിരുദ്ധർ കടന്നുകൂടി സൃഷ്ടിച്ചേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ഒരു ആശങ്ക ഇന്നലെ പകൽ തന്നെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. കൃത്യമായി അതൊരു പ്രവചനമാക്കുന്നത് പോലെ, ആ ഒരു ആശങ്കയെ ഒരു പ്രവചനമാക്കുന്നത് പോലെ തന്നെ കേരളം ഒട്ടാകെ ഇല്ലെങ്കിൽ പോലും മധ്യ തിരുവിതാംകൂർ മേഖലയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, തിരുവല്ല പോലുള്ള പ്രദേശങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ വലിയ അലയടികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹർത്താലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഹർത്താൽ സമയത്താണെങ്കിൽ കേരളം ഒട്ടാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇന്നലത്തെ ഹർത്താലിൽ പ്രശ്നങ്ങളുണ്ടായത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ്. കേരളം ഒട്ടാകെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കഴക്കൂട്ടം ബൈപ്പാസിൽ ഒരു 2 മണിക്കൂർ നേരം ചില തടസ്സങ്ങൾ അവർ സൃഷ്ടിച്ചുവെങ്കിൽ പോലും അത് മാറ്റപ്പെട്ടു. അതിനുശേഷം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ പത്തനംതിട്ട, തിരുവല്ല പോലുള്ള പ്രദേശങ്ങളിൽ ഈ ഹർത്താൽ അനുകൂലികൾ നടത്തിയ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കപ്പെടുകയും വീഡിയോയിലാക്കപ്പെടുകയും അത് കേരളം ഒട്ടാകെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ ഈ ഹർത്താലിൻ്റെ കാര്യത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുവാൻ DGPക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച്. ഇന്നലെ ഒരു ആശങ്ക ഞാൻ പ്രകടിപ്പിച്ചിരുന്നതാണ്. സാമൂഹ്യ വിരുദ്ധർ ഇതിനിടയിൽ കടന്നുകൂടി രോഗികളെ തടയുകയും മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കടകൾ അടപ്പിക്കുവാൻ ശ്രമിക്കുകയും കല്ലെറിയുകയും മൊത്തത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമങ്ങൾ നടത്തുമെന്നുള്ളൊരു ആശങ്ക ഞാൻ പങ്കുവച്ചിരുന്നതാണ്. കൃത്യമായി അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ കാര്യങ്ങൾ നടന്നു. പ്രശ്നം ഈ 2 പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ചുരുക്കം ചില പ്രദേശങ്ങളിൽ നടന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ പ്രചരിപ്പിച്ച് ഇത് CPM നടത്തുന്ന അക്രമ ഹർത്താലിനേക്കാളും പ്രശ്നം ഉള്ളൊരു ഹർത്താലായിരുന്നു ഇത് എന്നുള്ളൊരു പ്രതിച്ഛായ ഈ ഹർത്താലിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഹർത്താലിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ എല്ലാം ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാത്ത തരത്തിൽ അകത്തിടണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം ആത്യന്തികമായി ആരെയാണ് ബാധിക്കുന്നത്? നിതിൻ രാജിന് ലഭിക്കേണ്ട നീതിയാണ് ബാധിക്കുന്നത്. ജാതി എന്നുള്ളതൊരു പ്രശ്നമായി ഇവിടെ ഇല്ല എന്ന് പോലീസും കോടതിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ, അല്ല അത് തന്നെയാണ് പ്രശ്നമെന്നുള്ള ജാതിവാദികൾ ആരെയാണ് പിന്നോട്ടടിക്കുന്നത്? ഈ ജാതിയുടെ പേരിലുള്ള അധിക്ഷേപത്തിൽ നിന്ന് ആർക്കാണോ നിയമം സംരക്ഷണം ഒരുക്കുന്നത് അതിൻ്റെ യഥാർത്ഥ അവകാശികളെയാണ് ഇവർ പിന്നോട്ടടിക്കുന്നത്. അവർക്ക് ദോഷകരമായിട്ടുള്ള പ്രവൃത്തികളിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതിനൊരു സംശയവും വേണ്ട. ഇനി ഇതിൻ്റെ മറ്റൊരു വശം പരിശോധിച്ചാൽ ഈ ഹർത്താലിൽ നടന്ന അക്രമങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിൽ വിവിധ സാമൂഹ്യ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. സണ്ണി കബിക്കാടിനെ പോലുള്ളവർ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ ഹർത്താലിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. വണ്ടികൾ തടയുന്നതിനെയൊക്കെ ഏതാണ്ട് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട്
ആ ന്യായങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ അദ്ദേഹം വന്നപ്പോൾ വ്യക്തമായിരുന്നു. പക്ഷേ ന്യായീകരിക്കാതെ തരമില്ലല്ലോ, മുന്നിട്ടിറങ്ങിപ്പോയല്ലോ. ഈ സണ്ണി കവിക്കാട് ഉൾപ്പെടെയുള്ളവരെ പൊതുജനമൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും അവരുടെ അവകാശങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഇല്ലാതെ പോകുന്നത് ഒരു പ്രവൃത്തി മതപരിവർത്തനം നടക്കുന്നത് കൊണ്ടാണ്. സണ്ണി കവിക്കാട് മതം മാറി അദ്ദേഹത്തിന് ജോലി ലഭിക്കുവാൻ വേണ്ടി ഒരിക്കൽ നിയമം അനുവദിക്കുന്ന ഒരു പഴുതിലൂടെ തിരികെ ഹിന്ദുവായി വന്ന് ജോലി നേടിയൊരു വ്യക്തിയാണ്. അടിസ്ഥാനപരമായിട്ട് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടൊരു വ്യക്തിക്ക് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശമായ സംവരണത്തിന് അർഹതയില്ല. അനർഹമായത് തട്ടിയെടുക്കുകയാണ് സണ്ണി കവിക്കാടിനെ പോലുള്ളവർ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. പക്ഷേ നിയമം അവർക്ക് അതിന് ഒരു തവണ ആ ഒരു പഴുത് ഉപയോഗിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം ദൗർഭാഗ്യവശാൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ നിയമത്തെ അംഗീകരിച്ചേ മതിയാകൂ. പക്ഷേ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുക. അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ഒരു രാഷ്ട്രീയ ബോധം എന്നുള്ളത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനവുമായി ചേർന്ന് നിൽക്കുന്നതല്ല. ആണെങ്കിൽ ഇവർ ഈ ജാതി സംബന്ധമായ നിയമങ്ങളുടെ ദുരുപയോഗത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ കോടതിയുടെയും പോലീസിൻ്റെയും നിരീക്ഷണങ്ങളെയും അന്വേഷണ ഫലങ്ങളെയും അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ തൽക്കാലത്തേക്കുള്ള പരിണാമങ്ങളെയും വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ അത് വിശ്വസിച്ചാൽ ജാതി അധിക്ഷേപം എന്നുള്ളൊരു സംഭവം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. ലോൺ ആപ്പുമായി സംബന്ധിച്ചുള്ള മാനസിക സമ്മർദ്ദം ഒരുപാട് നിതിൻ രാജിന് മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഇതെല്ലാം വിശ്വസിച്ചാൽ ജാതി അധിക്ഷേപത്തിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല. പക്ഷേ ജാതി അധിക്ഷേപത്തിന് പ്രസക്തി ഇല്ലാത്തൊരു കാര്യത്തിന് ജാതിയുടെ പേരും പറഞ്ഞ് അത്തരത്തിലുള്ള നിയമം ചുമത്തി ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ശിക്ഷിക്കണമെന്ന് ആവശ്യമുന്നയിച്ച് ഹർത്താൽ നടത്തുന്ന വ്യക്തികളുടെ ഉദ്ദേശം എന്തായിരിക്കും? കോടതിയിൽ എന്തായാലും കീഴ്ക്കോടതി ഒരുപക്ഷെ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ വിധിച്ചാൽ തന്നെ ഹൈക്കോടതിയിലെത്തുമ്പോൾ ഹൈക്കോടതിക്ക് ഇത്തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ യാതൊരു തരത്തിലും പരിശോധിക്കേണ്ട കാര്യമേ ഇല്ല, പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിയമം ചുമത്തി എന്നുള്ള ഒരു വകുപ്പ് ചുമത്തി എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ചിലപ്പോൾ കേസ് മൊത്തമായി തള്ളിപ്പോവുകയും പ്രതികൾ കുറ്റവിമുക്തരായി പുറത്തിറങ്ങുവാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ കാരണക്കാർ ഈ സണ്ണി കവിക്കാടിനെ പോലെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നവർ മാത്രമാണ്. അതിനുള്ള ഒരു വഴിയൊരുക്കുന്നതും ഇവരാണ്. അതുകൊണ്ട് ആത്യന്തികമായി സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. നിതിൻ രാജിന് ലഭിക്കേണ്ട നീതി ലഭിക്കാതെ പോകും. ഈ റാമും സംഗീത നമ്പ്യാർ കുറ്റക്കാരാണെങ്കിൽ അവരും ഒരുപക്ഷെ നിതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ കാരണക്കാരായിരിക്കാം. പക്ഷെ അവിടെ ജാതി അധിക്ഷേപം ഉണ്ടെന്നുള്ളതിന് യാതൊരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ആത്മഹത്യയുടെ പ്രേരക ശക്തികളായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഈ ജാതി അധിക്ഷേപം എന്നുള്ളൊരു വകുപ്പ് ചുമത്തി കോടതിയുടെ മുമ്പിലെത്തിയാൽ മേൽക്കോടതികളിലെത്തുമ്പോൾ അവർ പൂർണ്ണമായും കുറ്റവിമുക്തരായി പുറത്തെത്തുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി മറുവശത്ത് ലോൺ ആപ്പിൻ്റെ മുതലാളിമാർ, അവർ ഒരുപക്ഷെ അവർക്ക് കിട്ടേണ്ട പണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഒരു സന്നദ്ധ സംഘടനകൾ പിരിവെടുത്ത് നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നൽകുകയും അവർക്ക് ആ പണം ലഭിക്കുകയും അവരടുത്ത നിതിൻ രാജിനെ തേടി പോവുകയും ചെയ്യും. അവർ ശിക്ഷിക്കപ്പെടേണ്ട രീതിയിൽ ശിക്ഷിക്കപ്പെടുകയോ ഈ ലോൺ ആപ്പുകളുടെ അപകടത്തെ സംബന്ധിച്ചുള്ള ഒരവബോധം സമൂഹത്തിൽ പരക്കുന്നതിൽ നിന്ന് തടയുന്നതിലേക്കുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുക. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, ജാതി എന്നുള്ളൊരു വസ്തുത, യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പീഡനത്തിൽ പെട്ടുപോയവർക്ക് നിയമം സംരക്ഷണം ഒരുക്കുന്നുണ്ട്. ആ സംരക്ഷണം അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതുപോലെ ലഭിക്കുവാൻ ഇത്തരം കപടമുഖങ്ങളെ, സണ്ണി കവിക്കാടിനെ പോലുള്ള കപടമുഖങ്ങളെ അകറ്റി നിർത്തുകയല്ലാതെ മറ്റൊരു വഴിയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലവിലില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു വളരെ കഠിനമായ പ്രക്രിയയാണ്. കാരണം പെട്ടെന്ന് ഇത് അംഗീകരിക്കാനായിട്ട് സണ്ണി കവിക്കാട് നമ്മുടെ ആളല്ല, ഈ പറയുന്നവൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരാം. ഞാനാണ് നിങ്ങളുടെ ഭാഗത്തെങ്കിൽ എൻ്റെയും മനസ്സിൽ വരാം. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് പരിശോധിക്കുക, യാഥാർത്ഥ്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക. വിശകലനം ചെയ്യുമ്പോൾ സമാധാനമായിട്ട് വികാര വിക്ഷോഭങ്ങളില്ലാതെ ഞാൻ ഇന്നയാളായതുകൊണ്ടാണ് എൻ്റെ നേരെ ഇവനിത് പറയുന്നത് എന്നുള്ളത് ഒരു നിമിഷത്തേക്കൊന്ന് മാറ്റിവെക്കുക. അത് നമുക്ക് തിരിച്ചെടുക്കാം. പറയുന്നതിലെ കാര്യം, അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ജാതി ഉണ്ടോ? എന്നെ ഒരുത്തൻ ചീത്ത വിളിക്കുന്നു,
എൻ്റെ ജാതി നോക്കിയാണോ അവൻ ചീത്ത വിളിക്കുന്നത്, അതോ അവൻ എന്നോടുള്ള മറ്റെന്തെങ്കിലും അനിഷ്ടം കൊണ്ടാണോ? ഞാൻ ചെയ്ത എന്തെങ്കിലും കുറ്റമാണെന്ന് പോലും ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും അനിഷ്ടം കൊണ്ടാണോ വിളിക്കുന്നത്? അതൊന്ന് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ ബോധം സ്വയം വികസിപ്പിച്ചെടുക്കുക. അല്ലാത്ത പക്ഷം ഈ സണ്ണി കവിക്കാടിനെ പോലുള്ളവർ നമ്മളെ, നിങ്ങളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.